ജസീറാണ് GT4 എന്ന്. നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നൊരു 2012 മോഡലുള്ള ലാൻഡ് ക്രൂസറിനെ നമ്മൾ ടോട്ടൽ ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ആദ്യം നമുക്ക് അതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ എന്തൊക്കെ വർക്കാണ് ചെയ്ത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. അപ്പോൾ അതിൽ ഇൻറ്റീരിയറിലേക്ക് ആദ്യം വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കണ്ടില്ലേ. ഇത് ജസ്റ്റ് നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കാൻ പറ്റും. ഫുൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. നമുക്ക് യൂട്യൂബ്, കാർ പ്ലേ എല്ലാ സംഭവങ്ങളും നമുക്ക് ഇതിൽ വർക്കിംഗ് ആണ്. അപ്പോൾ അത് മൊത്തത്തിൽ ചേഞ്ച് ആക്കിയിട്ട് അതിൽ കൂടെ അതിൻ്റെ കൺസോള്, അതിൻ്റെ ഗിയർ നോബ് ഇതെല്ലാം നമ്മൾ പുതിയ മോഡലിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സ്റ്റിയറിംഗ് നിങ്ങൾ കണ്ടില്ലേ, ഈ വുഡനൊക്കെ പുതിയ ടൈപ്പിലുള്ള പഴയ സ്റ്റിയറിംഗ് നിങ്ങൾ പഴയ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ടോട്ടൽ പുതിയതിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടെ അതിൻ്റെ സീറ്റ് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ബീച്ച് കളർ ഫാബ്രിക് ആയിരുന്നു. അതിനകത്ത് നമ്മൾ ഈ ലൈറ്റ് ടാൻ ഈ ഒരു ഇൻറ്റീരിയർ മാച്ച് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ആ ലൈറ്റ് ടാനിൽ കംപ്ലീറ്റ് ആയിട്ട് സീറ്റും ഡോർ പാഡ് ഹാൻഡ് റെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫ്ലോർ മാറ്റ് വരുന്നത് നമ്മൾ ബീച്ച് കളർ തന്നെയാണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫ്ലോർ മാറ്റിൻ്റെ ഒരു ഫിനിഷിംഗ് ഇതിൽ കാണാവുന്നതാണ്. ടോട്ടൽ ആ ഒരു ന്യൂ ലുക്കിലേക്ക് 2021 ഇൻറ്റീരിയർ ടോട്ടൽ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്റ്റീരിയർ ആസ് യൂഷ്വൽ നിങ്ങൾ കണ്ടില്ലേ, ഫുൾ ബോഡി പെയിൻറ്റിങ് പുതിയ ലാൻഡ് ക്രൂസറിൻ്റെ 2021 മോഡലിൽ ബ്രൈറ്റ് വൈറ്റ് ചെയ്ത് അതുപോലെ കംപ്ലീറ്റ് പോർഷൻസ് നമ്മൾ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ട് ബമ്പർ, അതിൻ്റെ ഹെഡ്ലൈറ്റ്, അതിൻ്റെ ഫെൻറ്റർ കംപ്ലീറ്റ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ടോട്ടലി ആ 2021 ടോട്ടൽ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ഫിനിഷിംഗ് വീഡിയോയിൽ കണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ലാൻഡ് ക്രൂസർ ഉണ്ട്, നിസാൻ പെട്രോളൊക്കെ ഉണ്ട്, ഇതുപോലെ ഈ മോഡലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ഞങ്ങളെ വിളിച്ചോളി, നമ്മളിതുപോലെ അടിപൊളിയായിട്ട് ചെയ്തു തരും. താങ്ക് യു.